പാലക്കാട് മുന്നണികൾ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും പ്രചാരണം ഇനി പരസ്യപ്രചാരണം അത് നാളെ അവസാനിക്കാനിരിക്കുകയാണ്. പി സരനായി മുഖ്യമന്ത്രി അടക്കം പ്രചാരണവുമായി രംഗത്ത് എത്തുന്നുണ്ട്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ പാണക്കാട് എത്തി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹം സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളാണ്. മേഘ്ന മുരളിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. മേഘ്ന, ഈ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് എല്ലാ മതത്തിലും പെട്ട ആളുകളുമായി നല്ല ബന്ധമുണ്ട്, അവരുമായി എനിക്ക് ഇനിയും ബന്ധപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരോടൊന്നും എനിക്കൊരു വിരോധവുമില്ല, വർഗീയ ചേരിയിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു എന്നൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെയും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിഴലിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആദ്യം നമുക്കറിയാം അദ്ദേഹം ഈ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും പാണക്കാട് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ്, ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം. എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണങ്ങൾ ഉണ്ടാവുക? ഭദ്ര, പാണക്കാട് കൊടപ്പനക്ക തറവാട്ടിൽ ഒരു ഹൃദ്യമായ സ്വീകരണമാണ് സന്ദീപ് വാര്യറിന് ലഭിച്ചിട്ടുള്ളത്. അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള കുഞ്ഞാലിക്കുട്ടി അടക്കം, മുനവർ അലി തങ്ങൾ, PK ഫിറോസ്, N ഷംസുദ്ദീൻ MLA, നജീബ് കാന്തപുരം അടക്കമുള്ള ആളുകൾ ചേർന്നാണ് സന്ദീപ് വാര്യരെ തറവാട്ടിലേക്ക് സ്വീകരിച്ചത്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും സന്ദീപ് വാര്യർ മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് കോൺഗ്രസ് അംഗത്വം എടുക്കുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ്. അതിന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പോകുന്നു. മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷനെയും സംസ്ഥാന അധ്യക്ഷനെയും അടക്കം കണ്ട് സംസാരിക്കാനും കൂടിക്കാഴ്ച നടത്താനും പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് KPCC നിർദ്ദേശപ്രകാരമാണ് സന്ദീപ് വാര്യർ പാണക്കാടേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ അതിൽ സന്ദീപ് വാര്യർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് അത് BJP-യിൽ ഉണ്ടായിരുന്ന സമയത്ത്, BJP-യുടെ വക്താവായി നിൽക്കുന്ന സമയത്ത് ഈ ചാനൽ ചർച്ചകളിലടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നത് അതൊരു കവിഞ്ഞ പരാമർശം എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ സന്ദീപ് വാര്യരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് തന്റെ വ്യക്തിപരമായിട്ടുള്ള വിമർശനമായിരുന്നില്ല, മറിച്ച് ഈ BJP-യിൽ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അതായത് BJP എന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അത് തന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരുന്നില്ല. സ്വകാര്യ ജീവിതത്തിലടക്കം ഈ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള സാദിഖ് അലി തങ്ങൾ അടക്കമുള്ള ആളുകൾ തനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തവരാണ് എന്നുള്ളതാണ് ഇതിലൊരു വിശദീകരണം. പാണക്കാടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ സന്ദീപ് വാര്യർ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പാണക്കാടേക്ക് എത്തുന്നു. അതിൽ മുസ്ലിം ലീഗ് ആൾക്കാരെ കണ്ട്, അതായത് ഇനി എനിക്ക് പാണക്കാട് വീട്ടിലേക്ക് എപ്പോഴും ഒരു അതിഥിയായി അല്ലെങ്കിൽ ഒരു വിരുന്നുകാരനായി കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാണ് സന്ദീപ് വാര്യർ ഇവരെ വിശേഷിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ച അവസാനിച്ച് സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് സംസാരിച്ചതും ഇത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ മലപ്പുറം അതിർത്തിയിലാണ് തൻ്റെ വീട്. അത്തരത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളുമായും മുസ്ലിം ലീഗ് പ്രവർത്തകരുമായും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായും തനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അത് ഈ BJP എന്ന് പറയുന്ന പാർട്ടിക്കും അപ്പുറത്തേക്ക് താൻ അത്തരം ആൾക്കാരോട് സൗഹൃദം വെച്ച് പുലർത്തുന്ന ആളാണ്. അതുകൊണ്ട് തനിക്ക് ഇവരോടൊന്നും പെരുമാറുന്നതിലോ സംസാരിക്കുന്നതിലോ ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ ഈ വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടടക്കം സാദിഖ് അലി തങ്ങളെ അടക്കം കടന്നാക്രമിക്കുന്ന ഒരു പരാമർശം സന്ദീപ് വാര്യരുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നു. അത് വ്യക്തിപരമായിരുന്നില്ല, അത് BJP-യുടെ ഭാഗമായി നിൽക്കുമ്പോൾ തനിക്ക് പറയേണ്ടി വന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ വിശേഷിപ്പിക്കുന്നത്. കൂടാതെ ഇന്നലെ തന്നെ K സുരേന്ദ്രന്റെ ഒരു ശിഖണ്ഡി പരാമർശം അടക്കം ഉണ്ടായിരുന്നു. ഈ ശിഖണ്ഡി പരാമർശത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് അത്തരത്തിൽ ഒരു ശരിയായ രീതിയിൽ പ്രയോഗിക്കേണ്ട വാക്കായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ ഈ ശിഖണ്ഡി പ്രയോഗത്തിൽ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കൂട്ടിച്ചേർന്നു. കൂടാതെ ഇതിൽ K സുരേന്ദ്രൻ ഇന്നലെ പരിഹസിച്ചുണ്ടായിരുന്നത് കോൺഗ്രസിൽ വലിയ കസേര തന്നെ സന്ദീപ് വാര്യർക്ക് ലഭിക്കട്ടെ എന്നുള്ളതായിരുന്നു. അതിനും ഒരു മറുപടി ഇന്ന് പാണക്കാട് തറവാട്ടിൽ വെച്ച് സന്ദീപ് വാര്യർ നൽകുന്നുണ്ട്. അതായത് തനിക്ക് പാണക്കാട് തറവാട്ടിൽ വലിയ കസേര തന്നെ കിട്ടി എന്നുള്ളതായിരുന്നു അല്പസമയത്തിന് മുന്നേ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സന്ദീപ് വാര്യർ കൂട്ടിച്ചേർക്കുന്നു. അതായത് അത്തരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷന് മറുപടി നൽകുന്ന രീതിയിലുള്ള പ്രസ്താവനകളും അടക്കമാണ് ഇന്ന് പാണക്കാടെത്തി സന്ദീപ് വാര്യർ നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളടക്കമുള്ള മുനവർ അലി തങ്ങളടക്കമുള്ള ആളുകൾ, N ഷംസുദ്ദീൻ MLA അടക്കമുള്ള ആളുകൾ പാണക്കാടേക്ക് ഹൃദ്യമായിട്ടുള്ളൊരു സ്വീകരണം നൽകുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് മുസ്ലിം ലീഗിനും സന്ദീപ് വാര്യരുടെ ഒരു കടന്നുവരവ് അത് വലിയ തരത്തിൽ അനുകൂലമാണ്, അല്ലെങ്കിൽ അത് UDF
UDF-ന് ഗുണം ചെയ്യുമെന്ന ധാരണയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വവും എന്ന് തന്നെ മനസ്സിലാക്കണം. ഇന്നലെയും കോൺഗ്രസിലേക്കുള്ള ഒഴുക്ക് തുടരും എന്നുള്ളതായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രതികരണമായി ഉണ്ടായിരുന്നത്. അങ്ങനെ ഇനിയും സന്ദീപ് വാര്യരുടെ ഇടപെടലിലൂടെ കൂടുതൽ BJP നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തും. അത് രാഷ്ട്രീയപരമായി UDF-ന് ഗുണം ചെയ്യും എന്ന ധാരണയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വമുള്ളത്. ആ ഒരു തരത്തിലുള്ള സ്വീകരണം തന്നെയായിരുന്നു കൊടപ്പനക്കൽ തറവാട്ടിൽ പാണക്കാട് വീട്ടിൽ സന്ദീപ് വാര്യർക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പാണക്കാട് വീട്ടിൽ നിന്ന് ഇപ്പോൾ സന്ദീപ് വാര്യർ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും പാലക്കാടേക്ക് തന്നെ തിരിച്ചെത്തി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകും. കൂടാതെ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. അതായത് പലതരത്തിലുള്ള പരാമർശങ്ങൾ CPM-ന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിന്റെ K. സുരേന്ദ്രന്റെ പരാമർശത്തിലുള്ള ഒരു മറുപടിയാണ് പാണക്കാട് വീട്ടിൽ തന്നെ വെച്ച് സന്ദീപ് വാര്യർ നൽകിയിട്ടുള്ളത്. അതിനുശേഷം കൂടുതൽ മറുപടികൾ ഉണ്ടാകും. ഇതിൽ പല പരാമർശങ്ങൾക്കും പല ആരോപണങ്ങൾക്കും വ്യക്തത വരുത്തും സന്ദീപ് വാര്യർ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും മേഘ്ന, എന്തായാലും കഴിഞ്ഞ അതായത് ചില മാധ്യമ ചർച്ചകളിലൊക്കെ തന്നെ തങ്ങൾക്കെതിരെയും ഒക്കെ വലിയ രീതിയിൽ ലീഗിനെതിരെയും ഒക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച ആളാണ് ഇപ്പോൾ പാണക്കാട് വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. പറയേണ്ടി വന്നു, അത് BJP എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്, അല്ലാതെ തനിക്ക് അത്തരത്തിലുള്ള തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന് മേഘ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകൾ വരാനുള്ള ഒരു സാധ്യത അത് കാണുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് വെറും ഒരു അണിയോ അല്ലെങ്കിൽ സാധാരണ ഒരു പ്രവർത്തകനോ ആയിരുന്നില്ല. അദ്ദേഹം ഒരു കാലത്ത് BJP-യുടെ മുഖമായിരുന്നു. പല ചർച്ചകളിലൊക്കെ തന്നെ മറ്റ് BJP എന്ന് പറയുമ്പോൾ ആദ്യം എടുത്തു പറയുന്ന പേരുകളിൽ ഒന്ന് അത് സന്ദീപിന്റെ പേര് തന്നെയായിരുന്നു. അത്തരത്തിലൊരു നേതാവാണ് ഈ പാർട്ടി വിട്ട് വരുന്നത് എന്നതും ഏറ്റവും പറയേണ്ട ഒരു കാര്യം. എങ്ങനെയായാലും ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ പാണക്കാട് പോയി വരട്ടെ, അതിനുശേഷം മറുപടി നൽകാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനുശേഷം ഒരു വലിയ ചലനം പാലക്കാട് BJP-യിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഭദ്ര, സന്ദീപ് വാര്യരുടെ വാക്കുകളിൽ നിന്ന് അങ്ങനെ ഒരു സസ്പെൻസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എത്രത്തോളം ഉണ്ടാകും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സന്ദീപ് വാര്യർ ഇതുവരെ തയ്യാറായിട്ടില്ല. പാണക്കാട്ടെ വീട്ടിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ്. പക്ഷെ അതിലൊരു മറുപടി സന്ദീപ് വാര്യർ അതായത് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടില്ല. പക്ഷെ പറയുന്നത് ഒരു സസ്പെൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ട്വിസ്റ്റുകൾ ഉണ്ടാകും, ഇനിയും കോൺഗ്രസിലേക്ക് BJP-യിൽ നിന്ന് ഒഴുക്ക് തുടരും എന്ന കാര്യമാണ്. അല്ലെങ്കിൽ അത് തന്നെയാണ് സന്ദീപ് വാര്യർ പറയാതെ പറയുന്നത്. അത് എത്രത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അടിസ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടത് തന്നെയാണ്. കാരണം ഈ സന്ദീപ് വാര്യരുടെ BJP പ്രവേശനം കോൺഗ്രസ് പ്രവേശനം നമ്മൾ എങ്ങനെ നോക്കിക്കണ്ടോ അതുപോലെ തന്നെ അത് പെട്ടെന്നുള്ള ഒരു പ്രവേശനമായിരിക്കും. അത് മാധ്യമങ്ങളെ അറിയിക്കാതെ അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ തുടർചലനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഇന്നും നാളെയും മാത്രമാണ് ദിവസങ്ങൾ ബാക്കിയുള്ളത്. ആ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. അങ്ങനെ സന്ദീപ് വാര്യർ പറയുന്നത് ഇത്തരത്തിൽ പ്രവർത്തകർ ഇനിയും എത്താനുണ്ട്, പിക്ചർ അബി ബാക്കി ഹേ എന്നുള്ളതാണ് സന്ദീപ് വാര്യരുടെ ആദ്യ പ്രതികരണമായി വന്നത്. അതായത് ഇനിയും ആൾക്കാർ വരാനുണ്ട് എന്ന് തന്നെ വേണം സന്ദീപ് വാര്യരുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഇതിൽ സന്ദീപ് വാര്യരുടെ ഒരു BJP-യിലേക്കുള്ള പോക്ക് എന്ന് പറയുന്നത് അത് BJP ഒരു തരത്തിലും പ്രതിരോധത്തിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് BJP നേതൃത്വം പറയുന്നത്. പക്ഷേ കോൺഗ്രസിലേക്ക് വന്നതോടെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതോടെ അത് കോൺഗ്രസിന് ഒരു വീണു കിട്ടിയ ബമ്പറായി തന്നെ കോൺഗ്രസ് കണക്കാക്കുന്നു. ഇനിയും ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സുമായാണ് KPCC പ്രസിഡന്റും VD സതീശനും ഒക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലാണ് അവരുടെ പ്രതികരണങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ പ്രവർത്തകരെങ്കിലും കോൺഗ്രസിലേക്ക് എത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിന് അനുകൂലമാകും. അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ പാലക്കാട് വിജയിക്കാൻ കുറച്ചുകൂടി മുൻപന്തിയിലെത്താൻ ഉതകുന്ന കാര്യങ്ങളായി ഈ ഒരു കോൺഗ്രസിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തുന്നത് വരും എന്നുള്ളത് മനസ്സിലാക്കുന്നു. കൂടാതെ ഈ P. സരിന്റെ ഒരു CPM-ലേക്കുള്ള പോയത് അത് അപ്രതീക്ഷിതമായിരുന്നു. അത് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രത്യക്ഷത്തിൽ സമ്മതിക്കുന്നില്ലെങ്കിലും പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അതായത് CPM എങ്ങനെയാണ് ഇതിനെ CPM-ലേക്ക് സരിൻ പോയത് പ്രതിരോധിക്കാനാണ് ഇതുവഴി BJP-യിൽ നിന്ന് കൂടുതൽ നേതാക്കൾ എത്തുന്നതുകൂടി. കൂടാതെ സന്ദീപ് വാര്യരെ പോലെ തന്നെ ഒരു സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള BJP-യുടെ വക്താവായിട്ടുള്ള ഒരാൾ കോൺഗ്രസിലേക്ക് എത്തിയതോടുകൂടി ഇത്തരത്തിലുള്ള ഒരു കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കൂടാതെ ഈ കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കുക, അതായത്
നാളെ ഒരു ദിവസം മാത്രമാണ് ഒരു പരസ്യ പ്രചരണത്തിനുള്ള ദിവസമായി ബാക്കി നിൽക്കുന്നത്. ആ സമയത്ത് തന്നെ ഈ ഒരു സമയത്ത് സന്ദീപ് വാര്യരെ ദ്രുതഗതിയിൽ കോൺഗ്രസിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഏത് വിധേനയും പാലക്കാട് പിടിച്ചെടുക്കുക, രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരു വിജയം കൈവരിക്കുക, കൂടാതെ രണ്ടാം സ്ഥാനത്തുള്ള BJPയെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള കഠിന ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ ഇത് CPM വലിയ തരത്തിൽ പ്രതിരോധിക്കുന്നുണ്ട്. അതായത് P. സരിൻ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കൂടാതെ ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കുന്നത് കോൺഗ്രസ് BJP ഡീലാണ് എന്നുള്ളതാണ്. അല്പസമയം മുന്നേ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആൾക്കാർ, MP രാജേഷ് അടക്കമുള്ള ആൾക്കാർ പ്രതികരിക്കുന്നത്. കൂടാതെ ഈ സന്ദീപ് വാര്യർക്കെതിരെ വ്യക്തിപരമായി അടക്കം വർഗീയ വിഷം തുപ്പുന്ന വ്യക്തിയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയാലും BJPയുടെ ആശയവും ഈ വർഗീയ ആശയങ്ങളും എപ്പോഴും സന്ദീപ് വാര്യരുടെ കൂടെ നിൽക്കുമെന്നുള്ളതാണ് CPM പ്രതിരോധിക്കുന്നത്. പക്ഷേ അതിലൊരു വിരോധാവസ്ഥ എന്ന് പറയുന്നതും AK ബാലൻ അടക്കമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നേരത്തെ തന്നെ സന്ദീപ് വാര്യരെ CPMലേക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമാണ്. എന്തായാലും അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്ന് വിഷയങ്ങളൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് സന്ദീപ് വാര്യറിലാണ്. സന്ദീപ് വാര്യർ പോയതിലുള്ള പ്രതികരണങ്ങൾ, അതിന്റെ പ്രതിരോധങ്ങൾ, അനുകൂല നിലപാടുകളൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഏത് നിമിഷവും പാലക്കാട്ടെ ചിത്രം മാറാം, പ്രചരണ വിഷയങ്ങൾ മാറാം, വിവാദ വിഷയങ്ങൾ മാറാം. അങ്ങനെയാണ് ഈ കഴിഞ്ഞ 29 ദിവസമായി പാലക്കാട്ടെ പ്രചരണ ചൂട് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ വരും മണിക്കൂറുകളിലും നമുക്ക് പ്രതീക്ഷിക്കാം.